അതെ, ഇന്ന് ഞങ്ങൾ പോയത് കേരള പഴനി എന്നറിയപ്പെടുന്ന വളരെ നാളുകളായിട്ട് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മനോഹരമായൊരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലം പുത്തൂർ ചോച്ചേരിക്കുന്ന് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ അമ്പലത്തിലൊന്ന് തൊഴുതു വന്നാലോ? സാധാരണ പഴനിമല പോലെ തന്നെ ഇവിടെയും ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം അമ്പലത്തിലേക്ക് എത്താൻ കേട്ടോ. 239 പടികളുണ്ട്. സ്റ്റെപ്പുകൾ കയറാതെയും നേരിട്ട് അമ്പലത്തിൻ്റെ മുൻഭാഗം വരെ വണ്ടി പോകും. ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിലേക്കാണ് എത്തിയത്. പക്ഷേ എന്തായാലും സ്റ്റെപ്പ് കയറി തൊഴണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഞങ്ങൾ ആ സ്റ്റെപ്പുകളൊക്കെ താഴത്തേക്ക് ഇറങ്ങി വീണ്ടും മുകളിലേക്ക് കയറിയിട്ടാണ് കേട്ടോ പ്രാർത്ഥിച്ചത്. സ്റ്റെപ്പ് കയറാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് എങ്കിൽ കൂടി. ഏറ്റവും താഴെ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുൻപ് സ്റ്റെപ്പുകൾക്ക് താഴെ ഒരു ഗണപതി കോവിലുണ്ട്. അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് ഈ അമ്പലത്തിലേക്ക് കയറാനായിട്ട്. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മണലിപ്പുഴയുടെ കരയിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേവസേനാപതി ഭാവത്തിലുള്ള സുബ്രഹ്മണ്യൻ മുഖ്യപ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ, പാർവതി, ഗണപതി, അയ്യപ്പൻ, ശ്രീരാമൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ഇവിടെയുള്ള സുബ്രഹ്മണ്യനെ ആദ്യം പ്രതിഷ്ഠിച്ചത് ചിന്മയാനന്ദ സ്വാമികളാണ്. പിന്നീട് പലപ്പോഴായി പുനഃപ്രതിഷ്ഠ നടന്നിട്ടുണ്ട്. പഴനി ക്ഷേത്രത്തിലേതുപോലെ ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലും അവിടെയുള്ള പല ചടങ്ങുകളും നടത്തപ്പെടുന്നുണ്ട്. തലമുണ്ടനം ചെയ്യൽ അതിൽ പ്രധാനമാണ്. കേരളത്തിൽ തലമുണ്ടനം ചെയ്യൽ വഴിപാടായി നടത്തുന്ന ഏക ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഇവിടം. കുംഭമാസത്തിലെ പൂയന്നാളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കൂടാതെ വൃശ്ചിക മാസത്തിൽ നടക്കുന്ന അയ്യപ്പൻ വിളക്ക്, ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി, കുംഭമാസത്തിലെ തന്നെ ശിവരാത്രി, കന്നിമാസത്തിലെ ആയില്യ പൂജ തുടങ്ങിയവയും പ്രധാനമാണ്. 239 പടികളാണുള്ളത് കേട്ടോ. നല്ല കുത്തനെയുള്ള കയറ്റാട്ടോ. ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വരൂപത്തെ ത്യജിച്ച് സുബ്രഹ്മണ്യസ്വാമി ചൈതന്യഗൃഹങ്ങളിലും പർവ്വത ശൃംഗങ്ങളിലും നദീ വനാദികളിലും സഞ്ചരിച്ച് ചോച്ചേരിക്കുന്നിൽ അധിവാസം ചെയ്തതായി സ്കന്ദമാഹാത്മ്യത്തിൽ കാണുന്നുണ്ട്. ചോച്ചേരിക്കുന്നിന് ആ പേര് വന്നതും രസകരമാണ്. ചോജം എന്നാൽ മരവുരി. മരവുരി ധരിച്ച സപ്തർഷികൾ തപസ് ചെയ്ത ചേരി എന്ന പേരിലാണ് ചോച്ചേരിക്കുന്ന് അറിയപ്പെടുന്നത്. മോക്ഷദായകമായ ചോച്ചേരിക്കുന്നിൽ ബ്രഹ്മശാപ നിവൃത്തിക്കായി നിവസിച്ചു. പുത്രൻ്റെ രൂപഭേദം തീരുന്നതിനായി പാർവതീദേവി ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചുവെന്നും വ്രതാവസാനത്തിൽ സുബ്രഹ്മണ്യസ്വാമി സർപ്പാകാരത്തിൽ സർവദേവതാ സമന്വിതനായി ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും മഹാവിഷ്ണുവിൻ്റെ കരസ്പർശത്തിൽ സർപ്പരൂപം മാറി സ്വന്തം രൂപത്തെ പ്രാപിച്ചുവെന്നും വാത്മീക ക്ഷേത്ര ചരിത്രത്തിൽ പറയുന്നു. ഉത്തര കേരളത്തിലെ പെരളശ്ശേരി സർപ്പദോഷ ശാന്ത്യാർത്ഥം സുബ്രഹ്മണ്യോപാസന ചെയ്യുന്ന ഒരു സങ്കേതമാണ്. ഇപ്രകാരത്തിലുള്ള സുബ്രഹ്മണ്യ ചൈതന്യമാണ് ചോച്ചേരിക്കുന്നിൽ നിലകൊള്ളുന്നത്. വലിയ കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ മനോഹരമായൊരു കാഴ്ചയും പ്രദാനം ചെയ്യുന്നു. രാവിലെ 5:30 മുതൽ 10 മണി വരെയും വൈകിട്ട് 5 മുതൽ 8 മണി വരെയുമാണ് ദർശന സമയം. തല മുണ്ടനം ചെയ്യുന്ന വഴിപാട് ഇവിടെയാണ് നടത്തുന്നത് കേട്ടാ. മുണ്ടനപ്പുര എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. കുറച്ച് കുട്ടികൾ അരങ്ങേറ്റത്തിൻ്റെ വേഷത്തിൽ റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു.
ഇവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ പഴനിയിൽ പോകണ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നമുക്ക് ആ അമ്പലത്തിൻ്റെ കളറുകളും കളർഫുള്ളായിട്ടുള്ള ടെമ്പിളും അതുപോലെ ആ നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേകതകളൊക്കെ കൊണ്ട് ഇത്ര അടുത്ത് കിടന്നിട്ട് കൂടി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ കാവടി വഴിപാടായിട്ട് നേർന്നവർക്കുള്ള എടുക്കാനുള്ള കാവടികളൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, കാരണം ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. എത്ര മനോഹരമായിട്ടാണ് ഓരോന്ന് ചെയ്തിരിക്കുന്നത് നോക്കില്ലേ. ബഹളങ്ങളിൽ നിന്നൊക്കെ അകന്ന് വളരെ ശാന്തമായൊരു അന്തരീക്ഷം. അമ്പലത്തിൽ തൊഴുത് അവിടെ ആത്തറയിൽ ഇരുന്നപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ശാന്തതയാണ് മനസ്സിന്. അമ്പലത്തിലെ പെയിൻറ്റിംഗ് ഒക്കെ ഇപ്പോൾ അടുത്ത് ചെയ്താണെന്ന് തോന്നുന്നു. നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയാണ് കേട്ടോ അത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇവിടെ കുറച്ചു നേരം ഇരിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ശാന്തതയാണ്. ഏത് ഡാൻസ് സ്കൂളാ? അരങ്ങേറ്റൊക്കെ കഴിഞ്ഞാ? എന്നരങ്ങേറ്റ ഞങ്ങൾ ക്ഷണിച്ചില്ലേ? എല്ലാവരും വീട് എവിടെയാ? അടിപൊളിയാക്കി പെർഫോം ചെയ്യും. ഈ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ അരങ്ങേറ്റല്ലേ? ഗുരുവായൂര്. ശരി, ഓക്കെ. രാവിലെ 9:00 ശേഷം ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് പോയി തൊഴുതു വന്നോളൂ കേട്ടോ.